ലണ്ടനിലെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിലെ ലോക്കറിലുണ്ടായിരുന്ന നമ്മുടെ രാജ്യത്തിന്റെ 100 ടൺ സ്വർണം ഇന്ത്യയിൽ തിരിച്ചെത്തിച്ചിരിക്കുകയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. വിദേശത്തെ ലോക്കറുകളിൽ സൂക്ഷിച്ചിരുന്ന സ്വർണത്തിന്റെ ഏകദേശം 1/4 ഭാഗമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ വരും വർഷങ്ങളിൽ കൂടുതൽ സ്വർണം ഇന്ത്യയിൽ എത്തിക്കുമെന്നാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വൃത്തങ്ങൾ നൽകുന്ന സൂചനയും. ബി ബാലഗോപാലാണ് നമ്മുടെ കൂടെയുള്ളത്. ബാലു, ഇതിപ്പോൾ നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള ഏറെ നിർണായകമായ ഒരു നീക്കമാണ്. അതിന് വലിയ തോതിലുള്ള പ്ലാനിങ്ങും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു, ശരിയാണ്. പക്ഷേ ഇതിൽ വലിയൊരു കൗതുകവും കൂടി നിൽക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് അറിയാത്ത ഒരുപാട് പേരുണ്ടാകും. എന്തുകൊണ്ട് ഒരു വിദേശ രാജ്യത്ത് ഈ സ്വർണം സൂക്ഷിക്കുന്നു, എങ്ങനെയാണ് ഇത് കൊണ്ടുവന്നത്, എന്താണ് ഇതിന്റെ ഉപയോഗം എന്നതുൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ അറിയാൻ ഇങ്ങനെ വെമ്പി നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാകും. പറയൂ. പൂജ പറഞ്ഞതുപോലെ തന്നെ ഇതിലൊരു വലിയ കൗതുകമുണ്ട്. ആ കൗതുകത്തിലേക്ക് നമുക്ക് വരാം. പക്ഷേ അതിനു മുമ്പ് ഈ ഒരു 100 ടൺ സ്വർണം ലണ്ടനിൽ നിന്ന് ഏതാണ്ട് 14 മണിക്കൂറോളം ഈ ആകാശത്തിലൂടെ, അതായത് പ്രത്യേക വിമാനത്തിൽ സഞ്ചരിച്ച് മുംബൈയിലെത്തിക്കുക. മുംബൈയിൽ നിന്ന് അത് മുംബൈയിലെ 2 സ്ഥലങ്ങളിലായിട്ടാണ്, മഹാരാഷ്ട്രയിലെ 2 സ്ഥലങ്ങളിലായിട്ടാണ് ഈ സ്വർണം ഇപ്പോൾ വച്ചിരിക്കുന്നത്. ഒന്ന് ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഴയ ഓഫീസിൻ്റെ ലോക്കറിലും അതുപോലെ തന്നെ നാഗ്പൂരിലും. ഈ ബോളിവുഡ് സിനിമകളിലൊക്കെയാണ് നമ്മൾ ഇത്തരത്തിൽ ഇങ്ങനെ ഇത്രയും വലിയ തോതിലുള്ള സ്വർണവും മറ്റും കൊണ്ടുവരുന്നതൊക്കെ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ ഒരു റിയൽ ലൈഫിൽ ഇന്ത്യയിൽ ഇത് ആദ്യമായിട്ടായിരിക്കാം ഇത്രയും വലിയ തോതിലുള്ള സ്വർണം ഒരു വിദേശ രാജ്യത്ത് നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്. ഇതിന് വലിയ പ്ലാനിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു, മാസങ്ങൾ നീണ്ടുവരുന്ന പ്ലാനിങ്. അതിനുശേഷം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, കേന്ദ്ര ധനകാര്യ മന്ത്രാലയം, രാജ്യത്തിൻ്റെ വിവിധ ഏജൻസികൾ, IB തുടങ്ങിയ വിവിധ ഏജൻസികളൊക്കെ സംയുക്തമായിട്ടുള്ളൊരു ഓപ്പറേഷൻ്റെ ഭാഗമായിട്ടാണ് ഈ സ്വർണം ഇപ്പോൾ ലണ്ടനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ സ്വർണം ഈ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ ഇന്ത്യ സൂക്ഷിച്ചിരുന്നത് എന്നതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിരുന്ന കാലഘട്ടത്തിന് മുമ്പ് തന്നെ ഇന്ത്യയുടെ സ്വർണത്തിൻ്റെ ഒരു നിശ്ചിത ഭാഗം ഇതുപോലെ വിദേശ ബാങ്കുകളിലായിരുന്നു, ഈ വിദേശത്തുള്ള ബാങ്കുകളിലെ ലോക്കറിലായിരുന്നു ഈ സൂക്ഷിച്ചിരുന്നത്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ സൂക്ഷിച്ചിരുന്നത് ഈ ലണ്ടനിലെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ലോക്കറിലായിരുന്നു. പിന്നീട് പിൽക്കാലത്ത് ഇന്ത്യക്ക് എപ്പോഴൊക്കെ സ്വർണത്തിന് ആവശ്യം വേണ്ടി വന്നിരുന്നെങ്കിലും, ആ ആവശ്യം വരുമ്പോഴും അല്ലെങ്കിൽ ഇന്ത്യ സ്വർണം വാങ്ങുമ്പോഴുമൊക്കെ ഈ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ലോക്കറിലായിരുന്നു ഇന്ത്യ ഈ സ്വർണം വാങ്ങിച്ച് ശേഖരിച്ചിരുന്നത്. അതുപോലെ തന്നെ അവിടുത്തെ സ്വർണമായിരുന്നു 1991 ഇന്ത്യയിൽ ഈ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നപ്പോൾ അന്നത്തെ ചന്ദ്രശേഖർ സർക്കാർ പണയം വെക്കുകയുമൊക്കെ ചെയ്തിരുന്നത്. ഈ 1991 സാമ്പത്തിക പ്രതിസന്ധിക്കൊക്കെ ശേഷം ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടു. 15 വർഷങ്ങൾക്ക് മുമ്പ് മുതൽ ഇന്ത്യ വീണ്ടും സ്വർണം വാങ്ങാൻ തുടങ്ങി. 15 വർഷങ്ങൾക്ക് മുമ്പ് ചരിത്രമുണ്ട്, ഒരുപാട് കൗതുക കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ വലിയ നിർണായകമായ ഒരു നീക്കമാണ് നടന്നതെങ്കിലും നിങ്ങൾ ഇപ്പോൾ ബാലു പറഞ്ഞ് കേട്ടതുപോലെ തന്നെ വലിയൊരു കൗതുകമായിരിക്കും ഉണ്ടായിരുന്നത്. അപ്പോൾ ആ കൗതുകത്തിന്റെ അവസാനം എങ്ങനെയാണ് എന്നതുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ തീർച്ചയായിട്ടും ബാലു നമുക്ക് പറഞ്ഞത്.